ഇന്ന് നമ്മള് മാൽദീവ്സില് തിയേറ്ററിൽ പടം കാണാൻ പോവാണ്. ലിയോ എന്ന മൂവിയാണ്. ഇത്രയും ദിവസം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഇവൻ ടിക്കറ്റ് കിട്ടി. നമ്മള് പോവില്ലേ? എട്ടരക്കാണ് ഷോ. അപ്പൊ നമ്മള് നേരെ പോവാ. ഇപ്പൊ സമയത്തേ എനിക്കറിയില്ല, പക്ഷെ നമ്മള് പോവാണ്. 15 മിനിറ്റ് ഉള്ളൂ കേട്ടോ. നമ്മള് തിയേറ്ററിൽ എത്ര ഇനി അടിപൊളി പടമാണെന്നൊക്കെയാണ് കേൾക്കുന്നത്. നോക്കാം, അവിടെ ചെന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിശേഷം ഫുള്ള് സെറ്റ് ആക്കുന്നതായിരിക്കും. നമ്മള് ഫുൾ റിവ്യൂ ഇടും. എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിലാണ്. പടം കാണാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഇതേ രാഹുൽ ചേട്ടനാ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നത്. ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര പാടായിട്ട് ഓൺലൈനിലൊക്കെ ടിക്കറ്റ് എടുത്താണ് അവിടെ പോയി ടിക്കറ്റ് എടുത്ത ആളാണ്. പുള്ളിന് ഭയങ്കര കഷ്ടപ്പാടുണ്ട് ഇതില്. വിജയ് ഫാൻ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് എടുത്തത് നമ്മൾ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഫുള്ള് സെറ്റ് ആക്കി തന്നു. അപ്പൊ നേരെ നമ്മൾ തിയേറ്ററിലേക്ക് പോവാണ്. ഇന്നിവിടെ ഇല്ല, അത് നമ്മൾ ചെയ്യാണ്. നമ്മൾ അനുബോധിക്കണം. പുള്ളി പറഞ്ഞാല് 10 ചെക്ക് പോസ്റ്റ് അടുത്ത് നല്ല പാടല്ലേ, അതേമാതിരി 4 ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര പാടാണ്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് മിന്റെ കരയാണ്. സാരമില്ല, നമുക്ക് അവള് എന്ന് പറഞ്ഞോണ്ടാണ്, അതുകൊണ്ടാണ് നമ്മള് കൂട്ടാഞ്ഞത്. സാരമില്ലടി, ടിക്കറ്റ് കിട്ടില്ല, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിയാനെ. അവള് കരയാണ്. അപ്പൊ ഇവിടെ കൂട്ടുന്നില്ല. പക്ഷെ നിങ്ങൾ ആരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാതിരിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഇമോഷണൽ ഡാമേജ്. ഈ 10 പടം തുടങ്ങാൻ നമ്മള് വീഡിയോ. ബൈ ബൈ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ തിയേറ്ററിൽ എത്തി. പടം കാണാൻ സമയമായി. 2 മിനിറ്റും കൂടെ ഉള്ളൂ. നമ്മൾ നേരെ കയറുവാണ്. നമ്മള് കേറി ഇതേ ഉള്ളിലെത്തി. ഗൈസ് ഇനിയും പോണം. ഇരുടായി പൊളിച്ച് വൈബ് സെറ്റ്. ഇതേ ഇങ്ങനെയാണ് ഗൈസ്, നമ്മുടെ നാട്ടിലെ പോലെ ഒന്നല്ല, ഇച്ചിരി വ്യത്യാസമുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ്. നമുക്ക് നേരെ കയറാം. കണ്ടവരൊക്കെ പറയുന്നത് പൊളിപ്പടമാണ്. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമുക്ക് പറയാം അല്ലേ. എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ തുടങ്ങിയില്ല ഗൈസ്. ഞങ്ങള് ഓടിപ്പിടിച്ച് വന്നത് വെറുതെ ആയി. ഇൻട്രൊഡക്ഷൻ പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ തുടങ്ങിയില്ല, ലാഗിങ് ആണ്. നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും പ്രൊജക്ടർ കേട്. ഇനി കണ്ടറിയാം. പടം കണ്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് പോകുന്നില്ല. പടം കണ്ടിട്ടേ പോകത്തുള്ളൂ. 20 മിനിറ്റ് ഇപ്പൊ ലാഗായി. നോക്കാം ഗൈസ്. ലാഗ് അടിച്ച് മടുത്തു ഗൈസ്. എല്ലാരും തുടങ്ങി നോക്കിയിട്ടല്ലോ മടുത്തു. ഞങ്ങൾ 8:30 ഷോയ്ക്ക് വന്ന. എത്ര നേരമായിന്നറിയോ, ബോറടിച്ച് ഡോക്ടർ വൈബ് സെറ്റ് ആക്കാണ് ഗൈസ്. பெருசு ஸ்பாட்டட் ஹைனாவா இருக்கலாம். அப்படி இருந்தா எக்ஸ்ட்ரீம்லி ஃபெரோஷியஸா இருக்கும். ஓகே, மேக்ஸிமம் உங்களால எவ்வளவு டைம் இங்க வர முடியும்? You have your dad, right? Give me your phone. வீட்டுக்கு போனது இன்னைக்கு ஸ்கூலுக்கு லேட்டா போனது அம்மா கிட்ட சொல்ல மாட்டேன்னு சத்தியம் பண்ணேன். இன்னைக்கு ஒரு நாள் ஸ்கூலுக்கு மொபைல் எடுத்துட்டு போனேன்னு அம்மா கிட்ட சொல்ல மாட்டேன் நீ சத்தியம் பண்ண. ப்ளீஸ் பா. காஃபி சுகர் உனக்கு தெரியும். எனக்கு சுகர் வேணுமா வேணாமான்னு. தெரியுமா லியோ? இல்ல சார், எனக்கு சிகரெட்
ഉച്ചത്തിലെത്തി. അപ്പൊ ഗൈസ് പടം അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. അധികം ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, ഇവിടെ ഉള്ള അനുമതി നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ ലിമിറ്റേഷൻ ഒക്കെ നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ബാക്കി പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അപ്പൊ ഡോക്ടർ, എന്താണ് പടത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? പടം പൊളിയാണ്. ആകെ അടിയാണ്, അടിച്ച് തൂറ്റിച്ചിരിക്കുന്നു എല്ലാരും. അടി മാത്രമായിരുന്നു ഗൈസ്, മീനിങ് എന്തെങ്കിലും ഉണ്ടോ? അടിയന്നെ ഉള്ളു. അടി തന്നെ ഉള്ളു, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. വലിയ സുഖമൊന്നുമില്ല, എന്നാലും ഒരു ആവറേജ് പടന്നേ പറയാൻ പറ്റത്തുള്ളൂ ഗൈസ്, ഇല്ലയോ? അപ്പൊ നമ്മള് കണ്ടു കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകണം. 11:30 കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോകണം. ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ വരെ കാത്തിരിക്കൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.